തമിഴ്നാട്ടിലെ പല കാർ ബ്രാൻഡുകളുടെയും മാനുഫാക്ചറിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ വിൻഫാസ്റ്റ് എന്ന ബ്രാൻഡിന്റെ മാനുഫാക്ചറിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ ബ്രാൻഡിന്റെ ഫസ്റ്റ് കാറായിട്ട് VF5 ജൂൺ 30 റോൾ ഔട്ട് ചെയ്യുന്നു എന്നുള്ള വിവരം എല്ലാവരും അറിഞ്ഞിരിക്കും. ഏകദേശം 15 മാസങ്ങൾക്ക് മുൻപ് ഈ തൂത്തുക്കുടി പ്ലാന്റിനു വേണ്ടിയുള്ള കല്ലിടൽ നടന്നിരുന്നു. ശേഷം 15 മാസങ്ങൾ കൊണ്ട് തന്നെ പ്ലാന്റിൽ നിന്ന് കാറുകൾ റോൾ ഔട്ട് ചെയ്യുന്ന നിലയിലേക്ക് ഡെവലപ്പ് ആയിരിക്കുന്നു. ഇനിഷ്യലായി തൂത്തുക്കുടി പ്ലാന്റ് അസംബ്ലി പ്ലാന്റായി യൂസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരവും വെളിയിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ചസിൽ ഇന്ത്യയിൽ മാത്രമായിരിക്കും വിൽപ്പന നടക്കുന്നത്. ലോകം മുഴുവനുമുള്ള പല കൺട്രീസിലും ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനും വിൻഫാസ്റ്റ് തീരുമാനിച്ചിരിക്കുന്നു. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് തൂത്തുക്കുടി തുറമുഖത്തിനടുത്തായി ഈ പ്ലാന്റ് സ്ഥാപിച്ചത്. വർഷത്തിൽ 1.5 ലക്ഷം പ്രൊഡക്ഷൻ കപ്പാസിറ്റിയോടെ ഈ പ്ലാന്റിനെ നിർമ്മിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ പ്ലാന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സപ്ലയർ പാർക്കും തൂത്തുക്കുടിയിൽ കൊണ്ടുവരുന്നു. നമുക്കിനി ഇന്ത്യയിൽ നിന്നും പുറത്തെത്തിക്കാൻ പോകുന്ന വിൻഫാസ്റ്റിന്റെ VF5 പറ്റി നോക്കാം. ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് എൻഡില് വലിയ വി ഷേപ്പ് ഗ്രില്ലാണ് നൽകിയിരിക്കുന്നത്. സൈഡ് ആൻഡ് റിയർ പ്രൊഫൈൽ നോക്കുമ്പോൾ നോർമലായ ക്രോസ് ഓവർ SUV പോലെയുമാണ് ഈ വാഹനത്തെ കാണാൻ സാധിക്കുന്നത്. ടെക്നിക്കൽ സ്പെസിഫിക്കേഷനെ കുറിച്ച് നോക്കുമ്പോൾ ഈ വാഹനം നെക്സോൺ EVയുമായാണ് കോമ്പറ്റീറ്റ് ചെയ്യുന്നത്. 37 kWh ബാറ്ററി പാക്ക് 326 കിലോമീറ്റർ ഒഫീഷ്യൽ റേഞ്ചോടെ ഈ വാഹനത്തെ പുറത്തെത്തിക്കുന്നു. 10 to 70% ചാർജ് വെറും 34 മിനിറ്റില് അച്ചീവ് ചെയ്യും. ഈ വാഹനത്തിലെ പവർ ട്രെയിൻ 136 HP പവർ പ്രൊഡ്യൂസ് ചെയ്യും. 135 Nm ടോർക്കോടെ 0 to 100 കിലോമീറ്റേഴ്സ് വെറും 10.9 സെക്കൻഡ്സിൽ അച്ചീവ് ചെയ്യും. ടോപ്പ് സ്പീഡ് 130 km/h ആണ്. ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം മിനിമലിസ്റ്റിക് ആയിട്ടും എന്നാൽ പ്രാക്ടിക്കൽ ഫീച്ചേഴ്സോടെ ലോഡ് ചെയ്തിരിക്കുന്നു. 8 ഇഞ്ച് ടച്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് നൽകിയിരിക്കുന്നത്. 7 ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഈ വാഹനത്തെ ഒരു പ്രീമിയം ഓഫറിംഗ് ആയിട്ടും കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ MG കോമറ്റ് പോലെ വെറും എൻട്രി ലെവൽ കാർ ആയിട്ടും കാണാൻ സാധിക്കില്ല. ഏകദേശം ടാറ്റ നെക്സോൺ, MGയുടെ തന്നെ വിൻസർ EV ഇങ്ങനെയുള്ള കാറുകളുമായാണ് കോമ്പറ്റീറ്റ് ചെയ്യുന്നത്. പ്രൈസിംഗിനെ കുറിച്ച് നോക്കുമ്പോൾ സൗത്ത് ഏഷ്യൻ മാർക്കറ്റിൽ 10 തുടങ്ങി 12 ലക്ഷം രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലും ഇതേ പ്രൈസ് റേഞ്ചിൽ തന്നെ ലോഞ്ച് ചെയ്യുമോ എന്നുള്ള കാര്യം കാത്തിരുന്നു കാണേണ്ടതാണ്. എന്തായാലും ഇന്ത്യയിൽ EV സെഗ്മെന്റിലേക്ക് പുതിയൊരു ബ്രാൻഡ് കൂടി എൻട്രി ആകുന്നു. മാത്രമല്ല ഗ്ലോബൽ ലെവലിലുള്ള ഒരു ബ്രാൻഡ് അവരുടെ ഇന്ത്യയിലെ ഫസ്റ്റ് പ്രോഡക്റ്റ് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും പുറത്തെത്തുന്നു. പലപ്പോഴും നമ്മൾ എല്ലാവരും ചിന്തിക്കാറുണ്ട് കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം ബ്രാൻഡുകൾ എത്താത്തതെന്ന്. അതിനുള്ള ഉത്തരവും നമ്മളിൽ തന്നെയുണ്ട്. വ്യാവസായിക സൗഹൃദമായിട്ടുള്ള ഒരു സംസ്ഥാനമല്ല കേരളം. മാത്രമല്ല സ്ഥലപരിമിതി വകവയ്ക്കാതെ ലോക നിലവാരത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യാവസായിക ശൃംഖല അപകടവശാൽ കേരളത്തിൽ വന്നാൽ ഇവിടുത്തെ ഈർക്കിലി യൂണിയനുകൾ ചേർന്ന് അതിനെ പൂട്ടിക്കെട്ടാറുമുണ്ട്. തമിഴ്നാട്ടിലെ ഭരണാധികാരികൾ മികച്ച തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റിന് അതിന് സാധിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനത്തെ കുറിച്ച് ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. വിൻഫാസ്റ്റ് എന്ന ബ്രാൻഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ പറയുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.